തുടിക്കമായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിച്ചെന്നാണ് കരുതുന്നത്? ജനം എല്ലാ വിഷയങ്ങളും കൃത്യമായി വിലയിരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യണം, രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം, ഭരണപരമായ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യണം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ മേലുള്ളൊരു വില ഇച്ചിരി കുറച്ച് കണ്ടു ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി. ജനങ്ങളെ എന്ത് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് പഠിക്കണം. ആ പഠനം ഉറപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കൊടുക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ തോപ്പിൽ ഗോപകുമാർ സാറുണ്ട്, വിമൽ കൈതക്കൽ സാറുണ്ട്. അവരൊക്കെ തോപ്പിൽ ഗോപകുമാർ സാറാണ് ജില്ലയിൽ നിന്നുള്ള ചുമതല, നമ്മുടെ കോർഡിനേറ്റർ അദ്ദേഹമാണ്. ജില്ലയിൽ നിന്നുള്ള ചുമതലക്കാരനാണ്. വിമൽ കൈതക്കൽ സാറാണ് നമ്മുടെ കൺവീനർ, ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ചെയർമാൻ രാജേന്ദ്രൻ സാറുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പ്രവർത്തനം എന്നല്ല, ബോർഡുകളുടെയും ഒക്കെ വലിയ 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 പ്രവാഹം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചരണത്തിൽ മുന്നിട്ട് നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ജനാധിപത്യത്തിന്റെ നേതൃത്വം വലിയ രീതിയിലുള്ള പ്രവർത്തനം ഉറപ്പായിട്ടും പ്രവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിജയങ്ങൾ. ചെറുതല്ലാത്ത വലിയ തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. പാർട്ടി മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലാതെ മറ്റേ സൈബർ ആക്രമണങ്ങൾ, രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടിരുന്നത്? അതിനെയൊക്കെ എനിക്ക് സത്യത്തിൽ ചിരിയോടെയാണ് നോക്കുന്നത്. കാരണം സത്യം അറിയാവുന്നവർ കള്ളം പറയുമ്പോഴും തിരഞ്ഞെടുപ്പിന് വേണ്ടി പറയാൻ പാടില്ലാത്തതൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോഴും ഒക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം അതിനകത്ത് നിന്ന് ഞാൻ കണ്ടതാണ് ഏത് നിലവാരത്തിലാണ് ഇവർ എതിരാളികളെ നേരിടുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നീട് എനിക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല. കാരണം നല്ല ഒരു രാഷ്ട്രീയപരമായ, സംഘടനാപരമായ, വ്യക്തിപരമായ സംരക്ഷണ കവചം എനിക്ക് ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട്. ഐക്യജനാധിപത്യത്തിനുവേണ്ടി ആ ഒരു സേഫ്റ്റി സോൺ, സെക്യൂർഡ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളരെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് വളരെ പ്രകൃതകരമായി തന്നെ മുന്നോട്ട് പോകും. അവസാനമായി മറ്റൊരു കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് അഖിൽ കണ്ണാടി, അതുപോലെ തന്നെ മറ്റേ ആജാസ് കുള്ളുമന്തം, ഇവിടെ ഫെനീന ഇനാൻ അടക്കമുള്ള ആളുകൾ പരാജയപ്പെട്ടു. അതിൽ ജയിച്ചത് റെനോയും ശ്രീനയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ രാഹുൽ ഇഫക്ട് എങ്ങനെയാണ് പ്രതിഫലിച്ചത്? ഞാൻ കുറെ ചോദ്യങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന് എന്റെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സുഹൃത്താണെങ്കിലും അല്ലെങ്കിലും അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല. സുഹൃത്ത് നിലയിലാണെങ്കിൽ കൂടിയും വിജയിച്ചു എന്നുള്ളത് സന്തോഷം. രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവായിരുന്നു. ഉറപ്പായിട്ടും തെറ്റുതിരുത്തി പാർട്ടി എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതുപോലെ വ്യക്തിപരമായി കൂടി തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തപ്പെടട്ടെ. തെറ്റുണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല. അപ്പൊ അതുകൊണ്ട് തിരുത്തപ്പെടട്ടെ. എന്ത് തന്നെയായാലും സുഹൃത്ത് എന്ന് പറയുന്നതിൽ യാതൊരു വിഷമവുമില്ല. സുഹൃത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വിജയിച്ചു എന്നുള്ളതിലും സന്തോഷമുണ്ട്.